ഹായ്, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ വൈശാഖ് മാധവൻ. നമ്മൾ ബാങ്ക് എക്സാംസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്താ? കാൽക്കുലേഷൻ അല്ലേ? അപ്പോൾ ഈ കാൽക്കുലേഷൻ എല്ലാം കൺവെൻഷൻ രീതിയിൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം? അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ് ടു 20 ഒരു 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാം. കുറേ പേർക്ക് അറിയായിരിക്കും. 10 വരെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. 20 വരെ ഏതൊറക്കത്തിൽ ചോദിച്ചാലും കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് അത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ 418 ഇൻറ്റു 50 418 നമുക്ക് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ആഡ് ചെയ്യും. 3 സ്റ്റെപ്സ് അവിടെ വരും. ഡയറക്റ്റ് നിങ്ങൾക്ക് 15ന്റെ ടേബിൾ അറിയാമെങ്കിൽ, 15ന്റെ ടേബിൾ അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ചെയ്യാം. എങ്ങനെയാണ്? 15 ഇൻറ്റു 8 120 ആണ്. സോ ഇവിടെ 0 റിമൈൻഡർ 12 വിട്ടു. 1 ഇൻറ്റു 15 ആണ്. പ്ലസ് 12 എത്രയാണ്? 27 ആണ്. റിമൈൻഡർ 2 ആണ്. 4 ഇൻറ്റു 15 60 ആണ്. 60 പ്ലസ് 2 എത്രയാണ്? 62. ഈ കെടുക്കുന്നതാണ് ആൻസർ. ഇതിന് വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. വിത്തൗട്ട് പ്രാക്ടീസിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ദാടിയിൽ ഒരെണ്ണം കെടുക്കുന്നുണ്ട്. 256 ഇൻറ്റു 12 ആണ് വരുന്നത്. 12 ഇൻറ്റു 6 72 ആണ്. റിമൈൻഡർ എത്രയാണ്? 7 ആണ്. 5 ഇൻറ്റു 12 എത്രയാ? 60 ആണ്. പ്ലസ് 7 എത്രയാണ്? 67 ആണ്. റിമൈൻഡർ ആഡ് ചെയ്യാൻ മറക്കരുത്. 2 ഇൻറ്റു 12 എത്രയാ? 24 ആണ്. പ്ലസ് 6 എത്രയാണ്? 30 ആണ്. ഈ കിടക്കുന്നതാണ് ആൻസർ. ക്ലിയർ? ഈ കിടക്കുന്നതാണ് നമ്മുടെ ആൻസർ. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ് ടു 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചോദിക്കുമ്പോൾ 18ന്റെ ഒക്കെ എപ്പോഴും വരാറുള്ളതാണ്. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. അതല്ലാതെ സാധാരണ കൺവെൻഷൻ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് എന്ത് ചെയ്യും? ലോസ് ചെയ്യും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ ആണെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എത്ര ഡിജിറ്റ് ആയിക്കോട്ടെ, 4 ഡിജിറ്റ് ആണെങ്കിൽ അത്ര വട്ടം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1 ആണെങ്കിൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആഡ് ചെയ്യണം. അത്ര സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത ഒരു സെറ്റ് നോക്കാം. ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് 24 ആണ്. എല്ലാത്തിൻ്റെയും ടേബിൾ നമുക്ക് പഠിക്കാനായിട്ട് അത്ര ഈസി അല്ലല്ലോ. അപ്പൊ ഞാൻ വേറൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഈ കെടുക്കുന്നതിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 350 ഇൻറ്റു 20 പ്ലസ് 4 എന്ന് എഴുതാം അല്ലേ? 350 ഇൻറ്റു 20 പ്ലസ് 4 എന്ന് എഴുതാം. രണ്ടും സെയിം തന്നെയാണ്. 350 ഇൻറ്റു 24 ആണ്. 35 ഇൻറ്റു 2 എത്രയാ? നിങ്ങൾക്കറിയാം, അത് 70 ആണ്. സോ 350 ഇൻറ്റു 2 നമുക്കറിയാം 700 ആണ്. 350 ഇൻറ്റു 20 എത്രയാണ്? 7000 ആണ്. 7000 ആണ്. ക്ലിയർ ആണല്ലോ? പ്ലസ് 350 ഇൻറ്റു 2 എത്രയാണ്? ഞാൻ പറഞ്ഞു എത്രയാണ്? 700 ആണ്. ഇൻറ്റു 2 കൂടിയും ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 350 ഇൻറ്റു 4 കിട്ടും. അത് എത്രയാണ്? 1400 ആണ്. അത് ഇതിന്റെ കൂടെ കൂട്ടി കൊടുത്താൽ നമുക്ക് ആൻസർ ആവില്ലേ? 1400 ഇതിന്റെ കൂടെ കൂട്ടി കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ് അപ്പൊ നമ്മുടെ ആൻസർ? 350 ഇൻറ്റു 24 എന്ന് പറഞ്ഞാൽ 8400 ആണ്. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റെപ്പ് എഴുതി. സ്റ്റെപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ട് 350 ഇൻറ്റു 24 അപ്പൊ തന്നെ ആലോചിക്കുക. 350 ഇൻറ്റു 20 7000 ആണ്. 350 ഇൻറ്റു 4 എത്രയാണ്? എത്രയാണ്? 35 ഇൻറ്റു 4 എത്രയാണ്? 140 ആണ് അല്ലെ? അപ്പോ 350 ഇൻറ്റു 4 എത്ര വരും? 1400 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ 8400 എന്നുള്ള ആൻസർ നിങ്ങൾക്ക് എന്ത് കിട്ടണം? മൈൻഡിൽ കിട്ടണം. ഈ മൈൻഡ് കാൽക്കുലേഷൻ ഒറ്റയടിക്ക് സെറ്റ് ആവില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പഠിക്കണം, പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് ഇടുക, ആൻസർ ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യമൊക്കെ തെറ്റാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് കൂട്ടണം. ഇതാ ഒരെണ്ണം കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. 425 ഇൻറ്റു 42. അത് നിങ്ങൾ തന്നെ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്തത് എന്താ? മൈൻഡ് കാൽക്കുലേഷൻ ആണ്. ഡയറക്റ്റ് ചെയ്യണം. പക്ഷെ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കും. അതിൽ ഇമ്പോർട്ടന്റ് ആണ് 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ പഠിച്ചിരിക്കുക. മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ എന്ത് ചെയ്യണം? സ്പീഡ് ഇൻക്രീസ് ചെയ്യണം. അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യാനേ നമുക്ക് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. താങ്ക് യു.